കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. അരൂർ MLA ഷാനിമോൾ ഉസ്മാൻ UDF സ്ഥാനാർത്ഥിയാണ്. ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. MLA മുഹമ്മദ് മുഹ്സീൻ CPAയുടെ മുഹമ്മദ് മുഹ്സീൻ LDFന് വേണ്ടി മത്സരിക്കും. BJP തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും എന്നാണ് വിവരം. നേരത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പിലടക്കം BJP മത്സരിച്ച് ഒരു ചരിത്രം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഇന്നിപ്പോൾ നിയമസഭയിൽ മറ്റ് ഈ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് പ്രധാനമാണ്. അടിയന്തര പ്രമേയമടക്കം വരുമെന്ന് കരുതുന്നു. തുടർച്ചയായ സമ്മേളനമാണോ? സഭയുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ബജറ്റ് അടക്കം അവതരിപ്പിക്കാനിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസമാണ് VD സതീശൻ സർക്കാരിന് വേണ്ടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. ആ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇന്നും നാളെയും സഭ സമ്മേളിക്കുന്നത്. അതിൻ്റെ ആദ്യ ദിനമായ ഇന്നാകും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നടപടിക്രമങ്ങൾ അനുസരിച്ച് രാവിലെ തന്നെ പൂർത്തിയാക്കാനാണ് സാധ്യത. അരൂർ MLAയും UDFൻ്റെ വനിതാ നേതാവുമായ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. 102 പേരുടെ പിന്തുണ അവർക്ക് ലഭിച്ചേക്കും. മുഹമ്മദ് മുഹ്സീനാണ് CPAയുടെ LDF ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി. അതേസമയം കഴിഞ്ഞ തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായ BJP ഇത്തവണ വിട്ടുനിൽക്കുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. BB ഗോപകുമാർ സ്പീക്കർ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസം BJPക്ക് വേണ്ടി മത്സരിച്ച BB ഗോപകുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി BJP നേതൃത്വം തെരഞ്ഞെടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തന്നെ തിരഞ്ഞെടുക്കപ്പെടും. ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ മാത്രമേ അതിൽ ബാക്കിയാക്കാനുള്ളൂ. ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയം സഭയിൽ അനുമതി തേടിയേക്കുമെന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. എന്തായാലും സഭ ഏത് തരത്തിലേക്ക്, അതായത് ബജറ്റ് സമ്മേളനം ഒരുപക്ഷെ 19-ാം തീയതിയാകാം, ബജറ്റ് അവതരണം 19-നോ 20-നോ ആകും നടക്കുകയെന്നാണ് മുഖ്യമന്ത്രി ഓഫീസിൽ അടക്കം ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ സഭയുടെ നടപടിക്രമങ്ങൾ നന്ദിപ്രമേയ ചർച്ചകൾക്ക് ശേഷം നാളെയോടെ അവസാനിക്കും. നിയമസഭാ നടപടികൾ ഇന്ന് പുനരാരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് ഇതിന്റെ ഭാഗമായി നടക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.